എത്തിഹാദിൽ ഉച്ചതിരിഞ്ഞുള്ള പരിശീലന സെഷൻ നടക്കുന്നു. കോൾ പാമർ എന്ന ചെറുപ്പക്കാരൻ്റെ മനസ്സ് പക്ഷേ മറ്റെവിടെയോ ആണ്. തന്നെ വാങ്ങാൻ പുതിയ ക്ലബ്ബ് ചർച്ച നടത്തുന്നു എന്ന വാർത്തകൾ അവനെ വല്ലാതെ ആകാംക്ഷയിലാക്കിയിരുന്നു. ട്രെയിനിങ്ങിനിടയിൽ പന്ത് പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അവിടെയുള്ളവരോട് അവൻ ചോദിച്ചത് കാര്യങ്ങൾ തീരുമാനമായോ എന്നാണ്. കാര്യം സിറ്റി വലിയ ക്ലബ്ബൊക്കെയാണ്, പക്ഷേ എത്തിഹാദിലെ ബെഞ്ചിലിരുന്ന് തള്ളി നീക്കാനുള്ളതല്ല തൻ്റെ യൗവനമെന്ന് പാമർ ഉറപ്പിച്ചിരുന്നു. ലോണിലെങ്കിലും മറ്റൊരു ടീമിൽ കളിക്കണമെന്നത് മാത്രമായിരുന്നു പാമറിൻ്റെ ആഗ്രഹം. പക്ഷേ ഒന്നുകിൽ നിൽക്കാം അല്ലെങ്കിൽ പോകാം എന്നായിരുന്നു സിറ്റിയുടെ നിലപാട്. അതോടെ പാമർ തൻ്റെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു. അങ്ങനെ 2023 ട്രാൻസ്ഫർ വിപണിയിലെ അവസാന ദിവസത്തിൽ ആ തീരുമാനം വന്നു. 40 മില്യൺ പൗണ്ടിന് പാമർ ചെൽസിയിലേക്ക്. തങ്ങളുടെ അക്കാഡമിയിലെ മികച്ച പയ്യന്മാരിൽ ഒരാൾ ക്ലബ്ബ് വിടുന്നതിൽ പല സിറ്റി ആരാധകരും നിരാശ പ്രകടമാക്കിയിരുന്നു. പക്ഷേ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് കുതിക്കുന്ന സിറ്റിക്ക് പാമറുടെ പോക്കൊന്നും കാര്യമായി ഗൗനിക്കാനുള്ള നേരമുണ്ടായിരുന്നില്ല. പാമർ വിചാരിച്ചതിലും എളുപ്പത്തിലാണ് കാര്യങ്ങൾ തീരുമാനമായത്. സിറ്റിയിലെ സഹതാരങ്ങളോട് ശരിക്കൊന്ന് യാത്ര പറയാനുള്ള സമയം പോലും തനിക്ക് കിട്ടിയില്ല എന്നാണ് തൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പാമർ പറഞ്ഞത്. സിറ്റി താരങ്ങളുടെ ഗ്രൂപ്പ് ചാറ്റിൽ നൽകിയതിനെല്ലാം നന്ദി, ഞാൻ പോകുകയാണ് എന്ന് മാത്രമാണ് പാമർ കുറിച്ചത്. അങ്ങനെ 8ാം വയസ്സു മുതൽ കൂടെ കൂട്ടിയ സിറ്റിയുടെ നീല നിറങ്ങളൂരി പാമർ കടും നീല നിറങ്ങളണിഞ്ഞു. സിറ്റിയുടെ താരത്തിളക്കത്തിൽ ഓരങ്ങളിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട പാമർ പുതിയ പ്രതീക്ഷകളോടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വന്നിറങ്ങി. സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് അന്ന് തങ്ങളുടെ ഏറ്റവും മോശം കാലത്തിലൂടെ കടന്നുപോകുന്ന സമയമാണിത്. ക്ലബിൻ്റെ ട്രാൻസ്ഫർ പോളിസികളും താരങ്ങളുടെ പ്രകടനങ്ങളുമെല്ലാം പരിഹസിക്കപ്പെടുന്ന സമയം. പക്ഷേ ചെൽസിയുടെ എല്ലാ പരാധീനതകളും മാറ്റി ക്ലബിനെ ഒറ്റയ്ക്ക് ചുമക്കുന്ന പാമറെയാണ് പിന്നീട് നാം കാണുന്നത്. 33 മത്സരങ്ങളിൽ നിന്നും 22 ഗോളുകളും 11 അസിസ്റ്റുകളുമായി ആദ്യ സീസൺ തന്നെ പാമർ തൻ്റെ പേരിലാക്കി. ബ്രിഡ്ജ് കണ്ട ഏറ്റവും മികച്ച ഇൻട്രഡക്ഷനുകളിലൊന്ന്. 2012 ലില്ലയിൽ നിന്നും ഏഡൻ ഹസാർഡ് വന്നതിന് ശേഷം ക്ലബ്ബ് നടത്തിയ ഏറ്റവും മികച്ച ട്രാൻസ്ഫറാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2024 ഏപ്രിൽ 23 ലണ്ടനിലെ പരമ്പരാഗത വരികളായ ആഴ്സണലും ചെൽസിയും ഏറ്റുമുട്ടാനിരിക്കുന്നു. വിജയവുമായി യൂറോപ്പ ലീഗിലെങ്കിലും കടന്നു കയറാനുള്ള ഒരുക്കത്തിലാണ് ചെൽസി. അസുഖബാധിതനായ പാമർ മത്സരത്തിനുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെല്ലാം പാമറെക്കുറിച്ചായിരുന്നു. ഒടുവിൽ സഹികെട്ടി ഇത് കോൾ പാൽമർ ഫുട്ബോൾ ക്ലബ്ബല്ല, ചെൽസി ക്ലബ്ബാണെന്ന് നാളെ ഞാൻ തെളിയിക്കുമെന്നാണ് കോച്ച് പോച്ചറ്റിനോ പ്രതികരിച്ചത്. ആ മത്സരത്തിൽ ആഴ്സണൽ ചെൽസി പോസ്റ്റിലേക്ക് 5 ഗോളുകൾ അടിച്ചു കയറ്റി എന്നത് വേറെ കാര്യം. തൊട്ടു പിന്നാലെ നടന്ന യൂറോയിലും കിട്ടിയ അവസരങ്ങളെല്ലാം പാമർ ഗംഭീരമാക്കി. ജൂഡ് ബെല്ലിംഗാമും ബുക്കായോ സാക്കയും ഫിൽ ഫോഡനും അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകളെ പിന്നിലാക്കി ഇംഗ്ലണ്ടിൻ്റെ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡുമായി നിൽക്കുന്ന പാമറയാണ് പിന്നീട് നാം കാണുന്നത്. പൊതുവെ ഇംഗ്ലീഷ് താരങ്ങൾക്ക് അവർ അർഹിക്കുന്നതിലും അപ്പുറമുള്ള ഹൈപ്പ് കിട്ടുന്നെന്ന് പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പാമർ ആ ധാരണയ്ക്ക് പുറത്തായിരുന്നു. പക്ഷേ കളിക്കളത്തിലൂടെ പാമർ ശ്രദ്ധകളെല്ലാം തന്നിലേക്ക് ക്ഷണിച്ചു. ചെൽസിയിൽ പോച്ചറ്റീനോ കാലം അവസാനിച്ച് എൻസോ മരസ്ക് വന്നെങ്കിലും പാമർ ചെൽസിയുടെ മുന്നണി പോരാളിയായി തുടരുന്നു. ഐസ് കോൾഡ് പാമർ എന്നൊരു വിളിപ്പേര് കൂടി പാമറിന് ചാർത്തപ്പെട്ടിട്ടുണ്ട്. ചെൽസി താരങ്ങളും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് താരങ്ങളും തമ്മിൽ ഗ്രൗണ്ടിൽ കൊമ്പ് കോർക്കുമ്പോൾ ദൂരെ മാറിയിരുന്ന് വിശ്രമിക്കുന്ന പാമറുടെ ചിത്രങ്ങൾ ആ ആറ്റിറ്റ്യൂഡിൻ്റെ സാക്ഷ്യമാണ്. അത്തരമൊരു മൊമെന്റ് ഇന്നലെ ടോട്ടനത്തിനെതിരായ മത്സരത്തിലും കണ്ടു. കോർണർ കിക്കിനായി പാമർ നിൽക്കുകയാണ്. തന്നെ ലക്ഷ്യമാക്കി എറിയുന്ന ബോട്ടിലുകളും അധിക്ഷേപങ്ങളുമൊന്നും അയാളുടെ ശ്രദ്ധയെ മാറ്റുന്നേയില്ല. കാലിൽ പന്തുമായി ഒരൊറ്റ നിൽപ്പ്. പക്ഷേ നാവുകൊണ്ട് നിശബ്ദമെങ്കിലും കളിക്കളത്തിൽ പാമർ ഇടിമിന്നലായിരുന്നു. 2 പെനൽറ്റികളും അസിസ്റ്റുമടക്കം ചെൽസിയിൽ പാമർ നിറഞ്ഞാടിയ മറ്റൊരു രാവ്. അലറി വിളിക്കുന്ന ടോട്ടനം കാണികൾക്ക് മുന്നിൽ കൂളായെടുത്ത പനേങ്ക പെനൽറ്റി കിക്ക് വലയിൽ വന്നു മുട്ടുമ്പോൾ അലറി വിളിച്ചാണ് ടോട്ടനം ഗോളി ഫ്രസ്ട്രേഷൻ തീർത്തത്. പെനൽറ്റി സ്പോട്ടിലും പാമർ ചെൽസിയുടെ വിശ്വസ്തനാണ്. ഇതുവരെ ചെൽസിക്കായി 12 പെനൽറ്റികളാണ് പാമർ എടുത്തത്. ഇതിൽ ഒന്നുപോലും ലക്ഷ്യം തെറ്റിയില്ല. പ്രീമിയർ ലീഗിൽ മറ്റാർക്കുമില്ലാത്ത പെനൽറ്റി കൺവേർഷൻ റേറ്റാണത്. ചെൽസിയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം പാമറെ ചുറ്റിപ്പറ്റിയാണ്. ചെൽസിയെ പ്രീമിയർ ലീഗ് കിരീടത്തിലെത്തിക്കാനുള്ള എക്സ് ഫാക്ടർ പാമറാണെന്നാണ് ഫുട്ബോൾ വിദഗ്ധനായ പോൾ മേഴ്സൺ കുറിച്ചത്. ജാമി കാരഗർ ഏഡൻ ഹസാർഡിനൊപ്പമാണ് പാമറിനെ ചേർത്ത് വെക്കുന്നത്. അവൻ ഒരു സാധാരണ കളിക്കാരൻ അല്ല എന്നാണ് എൻസോ മരസ്കയുടെ പ്രതികരണം. ടൈറ്റിൽ റേസിലില്ല എന്നൊക്കെ ചെൽസി കോച്ചും ആരാധകരും പറയുന്നുണ്ടെങ്കിലും പ്രീമിയർ ലീഗ് നീലയിൽ മുങ്ങുന്ന മറ്റൊരു ആഘോഷരാവ് കൂടി സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആ നീല നിലാവിലെ നക്ഷത്രം കോൾ പാമർ തന്നെയാകും.